യേശുവെ നന്ദി, മാതാവേ നന്ദി. എൻ്റെ പേര് നീതു വിനീത്. ഞാൻ ഉദയംപേരൂർ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് നവംബർ 2018 ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ 6 പ്രെയർ റിക്വസ്റ്റ് ഞാൻ വെച്ചിട്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത്. അതിനകത്ത് മാതാവ് ആ പ്രെയർ റിക്വസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാതെ വേറെ പ്രേയേഴ്സും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രെയറൊക്കെ മാതാവ് എനിക്ക് ആ റിക്വസ്റ്റൊക്കെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അതിനു വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ 3 കാര്യത്തിന് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ്, എൻ്റെ ഹസ്ബൻഡിന് പ്രമോഷനിൽ കുറേ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടും പ്രമോഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ മാതാവിൻ്റെ കാശി രൂപം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, അത് കൊണ്ടുപോ, എന്നിട്ട് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രമോഷൻ കിട്ടും. അന്ന് തന്നെ ഫോൺ കോൾ കിട്ടി, ആൾക്ക് പ്രമോഷൻ കിട്ടി. സോ അതാണ് ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തത്, ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിനെക്കാട്ടും മുമ്പ് എൻ്റെ ഹസ്ബൻഡ് അമ്മ ഇവിടെ വന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ട് അമ്മ എനിക്ക് മാതാവിൻ്റെ കാശി രൂപം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാശി രൂപം ഞാൻ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടാൻ വേണ്ടി. എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു 1 ഇയർ ഉണ്ടായിരുന്നു. ടോട്ടലി 1 ഇയർ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി കമ്പനീൻ്റെ പിന്നാലെ കുറേ നടന്നു. അവരെനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ഞാൻ കാശി രൂപം കയ്യിലെടുത്ത് ഒരു 13 times വിശ്വാസ പ്രമാണം ചൊല്ലി. എന്നിട്ട് ഞാൻ കമ്പനീൻ്റെ MD-നെ വിളിച്ചു. അന്ന് തന്നെ ആളെനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നു. അതൊരു വലിയ അത്ഭുതമായിരുന്നു. ബിക്കോസ് ഞാനൊരു ടോട്ടൽ 1 ഇയർ ഞാൻ അതിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു. അതുകൂടാതെ മൂന്നാമത്തെ വലിയ മിറാക്കിളായിരുന്നു എൻ്റെ ലൈഫിൽ. ഞാൻ PTEക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. PTE ആൻഡ് IELTS ഒരു ടെസ്റ്റാണ് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി എഴുതുന്നത്. അപ്പോൾ PTE ഞാൻ എൻറോൾ ചെയ്തത് തന്നെ 15 days ആയിരുന്നു ബിഫോർ ടെസ്റ്റ്. എനിക്ക് പ്രിപ്പറേഷൻ ഭയങ്കര കുറവായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് അറിയത്തില്ല PTE എന്താണെന്ന്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു. ഞാൻ IELTS ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് IELTS എന്താണെന്ന് അറിയാം. പക്ഷേ PTE കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് IELTSനെ കാട്ടും. അപ്പോൾ ഞാൻ PTE പോയിട്ട് എഴുതി. PTEയിൽ 4 modules ഉണ്ട്, IELTSനെ പോലെ തന്നെ. സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. എനിക്ക് സ്പീക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഇതെനിക്ക് കിട്ടില്ല, ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് മിനിമം ഒരു 50 marks മതി. പക്ഷേ എനിക്ക് തോന്നി എനിക്ക് കിട്ടില്ല, അതെന്തായാലും കിട്ടില്ല. എന്നാലും ഞാൻ ചെയ്തു. ഞാൻ എനിക്ക് ടഫ്നെസ് കൂടി വരുന്ന സമയത്ത് ഞാൻ കാശി രൂപം കയ്യിൽ മുറുക്കി പിടിച്ചു. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ ഞാൻ ചെയ്തു. എനിക്കറിയത്തില്ല ഞാൻ എന്താ ചെയ്തത്, എന്തൊക്കെയോ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു കുരിശ് വരച്ചു. ഞങ്ങളിപ്പോൾ PTE ഞങ്ങൾ ചെയ്യുന്നത് കമ്പ്യൂട്ടറായിട്ടാണ്. IELTSന് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഇൻ്റർഫിയറൻസ് ഉണ്ടാവും. പക്ഷേ PTE ഒരു സിസ്റ്റമാണ് ഞങ്ങളെ ഇവാലുവേറ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മളിപ്പോൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, മാതാവേ പരിശുദ്ധാത്മാ ഈ മനുഷ്യൻ്റെ മേലിൽ വരണേ, താക്കി ഞങ്ങൾക്കൊരു നല്ല മാർക്സ് കിട്ടാൻ വേണ്ടി. പക്ഷേ ഒരു സിസ്റ്റമിനോട്, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഭയങ്കര നല്ലൊരു എഫിഷ്യൻസിയിലാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് മാർക്സ് കിട്ടും. ഇതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം തന്നെ വന്നു. എൻ്റെ ഹസ്ബൻഡാണ് ഇതിൻ്റെ റിസൾട്ട് നോക്കിയത്. എനിക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്പീക്കിങ്ങിൽ ഞാൻ പ്രതീക്ഷിച്ചത് 50 ആണ്, പക്ഷേ എനിക്ക് കിട്ടിയത് 90 ആണ്. സോ സ്പീക്കിങ്ങിൽ 90 കിട്ടണമെങ്കിൽ മീൻസ് യു ഹാവ് ടു ബി വെരി മച്ച് എഫിഷ്യൻറ്റ്. നിങ്ങൾ ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കണം. ഒരു മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല. പക്ഷേ ഞാൻ കുറേ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഓൺലി ഫോർ 50, പക്ഷേ എനിക്ക് 90 കിട്ടി. അതുകൂടാണ്ട് എനിക്ക് വേറെ ലിസണിങ്, റൈറ്റിംഗ് ആൻഡ് റീഡിങ്ങിലും നല്ല സ്കോർ കിട്ടി. അതിനു വേണ്ടി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. താങ്ക് യു ജീസസ്, താങ്ക് യു മദർ മേരി.